അനിൽ വള്ളത്തോളിന്റെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ വെച്ച് നടന്നു. സി രാധാകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. നിർനിമേഷമായി നിൽക്ക എന്ന അനിൽ വള്ളത്തോളിന്റെ പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. സി രാധാകൃഷ്ണൻ ഡോക്ടർ ഖദീജ മുംതാസിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. പിന്നെയും കുറെ വർത്തമാനം പറഞ്ഞ് ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയി എന്ന് മുത്തശ്ശി പറയുമ്പോഴും നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മനസ്സിലായോ? ഇതാണ് സാഹിത്യം എന്ന് പറയുന്നത്. കള്ളമാണ് നോവൽ സാഹിത്യം, കഥാസാഹിത്യം എന്ന കാര്യത്തിന് ഒരളവ് വരെ തീർച്ചയായിട്ടും തെളിവുണ്ട്. പക്ഷേ ജീവചരിത്ര നോവൽ സാഹിത്യത്തിന് കള്ളം പറയാൻ പറ്റില്ല. കാരണം അത് ചരിത്രമാണ് എന്നുള്ളത് കൊണ്ട് അതിന് സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം നമുക്ക് ഒരു പ്രത്യേകമായ അവബോധം ഉണ്ടാക്കി തരുന്നതിന് മതിയായ പിൻബലം ഉള്ളതുമാണ്. പി വി നാരായണൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടർ ചാത്തനാഥ് അച്യുതനുണ്ണി അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. RVM ദിവാകരൻ പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ നന്ദൻ, വള്ളത്തോൾ, കെ രവീന്ദ്രനാഥൻ, അനിൽ വള്ളത്തോൾ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ടാണ് കലാമണ്ഡലത്തെ കാണുന്നത്. പലപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന് കഥകളിയോടുള്ള ആഭിമുഖ്യം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഥകളിയോടുള്ള ആഭിമുഖ്യം ഉണ്ടായിരുന്നു. എന്നാൽ കഥകളിയെ ഫെർണൈസ് ചെയ്തിരുന്ന അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അധികാര ഘടനയോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം കലാമണ്ഡലത്തെ കൊണ്ടുവരുന്നത്. കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു മാടത്തി വ്യവസ്ഥയിൽ നിന്നും ഈ കലാമൂല്യമുള്ള ഈ കലാരൂപത്തെ പുറത്തു കൊണ്ടുവരികയും സാധാരണക്കാർക്ക് ഇത് അഭ്യസിക്കാനും ഈ ഒരു കലാരൂപത്തെ നിലനിർത്താനുള്ള ഒരു ബാധ്യത തനിക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതിനായി അദ്ദേഹത്തിന് ഒരു അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമായി മുന്നോട്ട് ചേർന്ന് ഈ സ്ഥാപനം നിർമ്മിച്ചെടുക്കുകയുമാണ് ചെയ്തത്. NCV ന്യൂസ് എടപ്പാൾ.